ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ ആത്മഹത്യയിൽ പരാതിയുമായി കുടുംബം. ഭരണം മാറിയതിനു ശേഷം ഓഫീസിലെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് ആശാലത പറഞ്ഞെന്ന് ഭർത്താവ്. രാഷ്ട്രീയം നോക്കി നോട്ടപ്പുള്ളിയാക്കിയെന്നും പറഞ്ഞു. സ്ഥലം മാറ്റത്തിന് ശേഷം ആശാലത കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്നും കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്നോട് ഒരാഴ്ച മുമ്പ് വരെ ഇതാണ് സംഭവം പറഞ്ഞു. ഓഫീസിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഏകദേശം ആൾക്കാരൊക്കെ സ്ഥലം മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു മൂഡ് ഓഫിലാണ് എന്നോട് സംസാരിച്ചതാണ്. വേറെ പിന്നെ എന്ത് കാര്യത്തിൽ മുന്നിലുണ്ടാകുന്ന ആളാണ്. റീസണൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെയും സ്ഥലം മാറ്റി, ഇനിയിപ്പോൾ ഏകദേശം കുറേ പേര് ഇങ്ങനെ സ്ഥലം മാറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എന്നോടും പറഞ്ഞത് ഒരാഴ്ച മുമ്പായിട്ട്. പിന്നെ ആടെന്താ തിരുവാതിൻ്റെ പ്രശ്നം, അതിലും ചേർത്തില്ല, ഒന്നും പറഞ്ഞില്ല, അങ്ങനത്തെ എന്തൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പിന്നെ ഈ പാർട്ടിയിലെല്ലാം മുന്നിൽ പോകുന്നതിനോട് എന്നെയും ചിലപ്പോൾ നോട്ട പൊളിയാക്കി വെച്ചിട്ടുണ്ടാവും എന്നും പറഞ്ഞിരുന്നു. അറിയണം, ഇത് ഈ നിസ്സാര പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഒരു മനക്കെട്ടിയില്ലാത്ത ആളുമല്ല. ഞാൻ ഗൾഫിലുണ്ടാകുന്ന സമയത്ത് ഒരാഴ്ച മുന്നേ വിളിച്ചിട്ടുമ്പോൾ അവൾ പറഞ്ഞിരുന്നു ഓഫീസിൽ എല്ലാവരും ഒന്ന് ഒറ്റപ്പെടുത്തുന്നു. ഞാൻ ഇന്ന് ശനിയാഴ്ച രാവിലെ എത്തിയത്. അപ്പോൾ ചോദിച്ചപ്പോൾ അവളും അത് തന്നെ പറഞ്ഞത്. ഒപ്പം ഞാൻ നീതി ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞിട്ടില്ല, എത്ര പറഞ്ഞു. മുമ്പേ പറഞ്ഞിരുന്നു ഇങ്ങനെ ഭരണം മാറി ഇത് മാറ്റിയിട്ടായിട്ടുമ്പോൾ ഇത് മുകളിലത്തെ റൂമിൽ വേറെ തന്നെ ഒറ്റപ്പെട്ട പോലെയാണ് അവിടെ ജോലി എടുക്കുന്നത്. ആൾ കുറച്ച് ഡിപ്രഷനിൽ പോലെ ആണ് അതിന് ശേഷം ഉണ്ടായത്. അത്രയും നല്ല ആക്റ്റീവായിട്ട് എന്തുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളെ ഫാമിലി ഓർ മാത്രമേ അവർ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളെ ആയിട്ടുള്ളൂ. ഓഫീസിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ടെൻഷനിലാണെന്ന് ആശാലത പറയുന്ന ഓഡിയോ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രശ്നത്തിലാണുള്ളത്, കുറച്ച് ടെൻഷനെല്ലാം ഉണ്ട്. ഓഫീസിലത്തെ കാര്യം വീട്ടിലത്തെ കാര്യം എല്ലാം ആയിട്ട്. അതുകൊണ്ട് എനിക്ക് എന്തോ അതിൽ ചർച്ച ചെയ്യാനുള്ള അത്ര മൂഡ് വന്നിട്ട് അതുകൊണ്ടാണ് വരാത്തത്. എനിക്ക് നല്ലോണം കഴിയുന്നില്ല മനസ്സിനും ശരീരത്തിനും. അതുകൊണ്ടാണ് ഞാനൊന്നിനും കൂടാത്തത്. അതുകൊണ്ടാണ് പിന്നെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടാവും. ഇതുവരെ ഉണ്ടായ പോലെ തന്നെ ഇനിയും ഉണ്ടാവും. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം സ്വാഭാവികമല്ലേ, അതിന് ആത്മഹത്യ ചെയ്യണോ എന്നാണ്. പക്ഷേ ഈ മാനസിക വിഷമം അവരെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് മാത്രമല്ല, പിന്നീട് വന്ന ട്രാൻസ്ഫറിൽ അവർക്ക് വേണ്ടത്ര പരിഗണന നൽകാത്തത് കൊണ്ട് ഉണ്ടായ മാനസിക വിഷമമാണ് എന്നാണ്. പക്ഷേ ഏതുതരം സമ്മർദ്ദമാണെങ്കിലും ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. അരുൺ പൂപ്പറമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, മാനസിക സംഘർഷത്തിലായിരുന്നു ആശാലത എന്നുള്ളതിൻ്റെ സൂചനകൾ ഈ ശബ്ദ സന്ദേശത്തിലുണ്ട്. എന്താണ് കുടുംബം പറയുന്നത്? കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഈ ട്രാൻസ്ഫർ ഒരുക്കിയിരിക്കുന്നത്, രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉണ്ടായത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആത്മഹത്യക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായിരുന്നോ, അഥവാ ആ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നോ ഈ ട്രാൻസ്ഫറിന് പിന്നിൽ? അങ്ങനെയാണോ കുടുംബം ആരോപിക്കുന്നത്? അരുൺ പൂപ്പറമ്പ. അരുൺകുമാർ, കുടുംബം, ആശാലതയുടെ കുടുംബം ആ നിലയിലുള്ള പരാതിയും ആരോപണവുമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഈ മാസം 7-ാം തീയതിയാണ് ആശാലതയെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ചയാണ് ആശാലത മരിച്ചത്. ആശാലതയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിലാണിപ്പോൾ കുടുംബം ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്, പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സഹോദരങ്ങളോടും അതോടൊപ്പം തന്നെ ഭർത്താവിനോടും ഈ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ആശാലത സംസാരിച്ചിരുന്നു എന്നതാണ് അവർ പറയുന്നത്. മെയ് 12-ാം തീയതി, അതായത് ഭരണമാറ്റത്തിന് ശേഷമാണ് ആശാലത NGO യൂണിയൻ ജില്ലാ കൗൺസിൽ അംഗം കൂടിയാണ്. ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ഉദ്യോഗസ്ഥയാണ് ആശാലത. ആശാലതയെ മെയ് 12-ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻഡോസൾഫാൻ സെല്ലിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വരുന്നു. അതിനുശേഷം വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ആശാലത ഉണ്ടായിരുന്നത് എന്നതാണ് ഭർത്താവും സഹോദരങ്ങളും പറയുന്നത്. അത് ഈ സ്ഥലം മാറ്റത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അതിനുശേഷം പുതിയ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയതിനു ശേഷം തന്നെ വലിയ രീതിയിൽ ഒറ്റപ്പെടുത്തുന്നു. അവിടെ ഓഫീസിൽ ഒറ്റപ്പെടുത്തുന്നു. ഓഫീസിലെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട പരിശീലനമൊക്കെ, തിരുവാതിര പരിശീലനമൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും സജീവമായിട്ടുള്ള ആളാണ് ആശാലത. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ, പരിപാടികളിൽ, ഓഫീസുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. പെട്ടെന്ന് ഈ പരിപാടികളിൽ നിന്നും ഓഫീസിലെ മറ്റ് കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം, ഈ സ്ഥലം മാറ്റത്തിനപ്പുറത്തേക്കുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പല തവണയായി ഈ സഹോദരങ്ങളോടും ഈ മരണത്തിന് ഒരാഴ്ച മുമ്പ് ഭർത്താവ് ഗൾഫിലായിരുന്നു ഉണ്ടായിരുന്നത്.
ഭർത്താവിനോടും ഇത് സംബന്ധിച്ച് പറഞ്ഞിരുന്നു എന്നതാണ് കുടുംബം എന്തായാലും ആരോപിക്കുന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണം അതിൽ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ആ ശബ്ദ സന്ദേശം കൂടി, അതായത് ജൂലൈ 18-ന് ആശാലത അവരുടെ ഒരു ഫാമിലി ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കൃത്യമായി തന്നെ ഓഫീസിലെ ടെൻഷനെ കുറിച്ച് അല്ലെങ്കിൽ ഓഫീസിൽ ഉണ്ടാവുന്ന ആ പ്രശ്നങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ശബ്ദ സന്ദേശമാണ് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു. അത് രാഷ്ട്രീയമായിട്ടുള്ള മാനസികം, അതായത് ഭരണമാറ്റത്തിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇടത് അനുഭവമുള്ള ആശാലതയെ ആ നിലയിൽ സമ്മർദ്ദത്തിനിരയാക്കിയിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ ഇതിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ADM-നോട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വകുപ്പ് തല അന്വേഷണത്തിനൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും നടക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്.